ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 183 വാല്യം 4 ഈശോ മഗ്ദലയിൽ. ഈശോ മേരി മഗ്ദലനയെ രണ്ടാം തവണ കാണുന്നു. ശിഷ്യന്മാരെല്ലാം ഈശോയുടെ ചുറ്റും ഇരിക്കുന്നു. അരുവിക്കരയിലുള്ള ഒരു മരത്തണലിൽ അവർ ഒത്തുകൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ദീർഘയാത്ര കഴിഞ്ഞു വന്നിരിക്കുകയാണ് അവരെന്ന് പൊടി പിടിച്ച അവരുടെ ചെരുപ്പുകൾ കണ്ടാൽ അറിയാം. ഒരുപക്ഷേ ആ നല്ല പുൽപ്പുറത്ത് കിടന്ന് ഒന്ന് വിശ്രമിക്കണമെന്നായിരിക്കും അപ്പൊസ്തലന്മാരുടെ ആഗ്രഹം. എന്നാൽ ക്ഷീണിക്കാത്ത ആ നടപ്പുകാരന്റെ മനസ്ഥിതി അങ്ങനെ ആയിരുന്നില്ല. അതിഭയങ്കരമായ ചൂട് മാറിയെന്ന് മനസ്സിലാക്കിയ ഉടനെ അവിടുന്ന് എഴുന്നേറ്റു. അവിടുന്ന് റോഡിൽ പോയി നോക്കി. അദ്ദേഹം അപ്പൊസ്തലന്മാരോട് പറഞ്ഞു, "നമുക്ക് പോകാം." മറ്റൊന്നും പറഞ്ഞില്ല. അവർ ഒരു നാൽക്കവലയിൽ എത്തിയപ്പോൾ ഈശോ വടക്ക് കിഴക്ക് ദിശയിലേക്കുള്ള പാതയിലൂടെ ദൃഢനിശ്ചയത്തോടെ നടന്നു. "നാം കഫർനഹൂമിലേക്ക് മടങ്ങിപ്പോവുകയാണോ?" പത്രോസ് ചോദിച്ചു. "അല്ല," ഈശോ മറുപടി പറഞ്ഞു, "അത്രമാത്രം." "അങ്ങനെയെങ്കിൽ തിബേരിയാസിലേക്കായിരിക്കും?" ജിജ്ഞാസാപൂർവം പത്രോസ് വീണ്ടും അന്വേഷിച്ചു. "അങ്ങോട്ടുമല്ല." "എന്നാൽ ഈ റോഡ് ഗലീലയാക്കടലിലേക്കുള്ളതാണ്. തിബേരിയാസും കഫർനഹൂമും ഈ വഴിക്കാണ്. മഗ്ദലയും ഈ വഴിക്ക് തന്നെയാണ്." പത്രോസിന്റെ ജിജ്ഞാസയ്ക്ക് അറുതി വരുത്താനെന്നവണ്ണം അർത്ഥഗൗരവത്തോടെ ഈശോ പറഞ്ഞു. "മഗ്ദലയോ?" "ഓ." പത്രോസിന് അല്പം ഇളിഭ്യത തോന്നി. "ഇത് കണ്ടിട്ട് അത് ദുഷ്കീർത്തിയുള്ള ഒരു പട്ടണമാണെന്ന് എനിക്ക് തോന്നുന്നു." "അതെ, മഗ്ദലയിലേക്ക് തന്നെ." "ആ പട്ടണത്തിൽ പ്രവേശിക്കുന്നത് ഉചിതമല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ?" "പത്രോസേ, പത്രോസേ, എന്നെപ്രതി നീ ഒരു കാര്യം ചെയ്യുക. നീ പോകേണ്ടത് സുഖസൗകര്യങ്ങളിലല്ല, യഥാർത്ഥ വേശ്യാലയങ്ങളിലാണ്. രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞവരെ രക്ഷിക്കാനല്ല ക്രിസ്തു വന്നിരിക്കുന്നത്, നേരെ മറിച്ച് നഷ്ടപ്പെട്ടു പോയവരെ രക്ഷിക്കാനാണ്. നീ ശിമയോനല്ല, പത്രോസ് അഥവാ പാറയാണ്. ഇക്കാര്യത്തിൽ നീ പാറ പോലെ ഉറപ്പുള്ളവനായിരിക്കണം. അവിടെ പോയാൽ മലിനപ്പെടുമെന്ന് നിനക്ക് ഭയമുണ്ടോ? ഇല്ല." ഇതാ ഈ നിൽക്കുന്നവന് പോലും, ഏറ്റവും പ്രായം കുറഞ്ഞ യോഹന്നാനെ ചൂണ്ടിക്കൊണ്ട്, "കുഴപ്പമൊന്നും വരികയില്ല." എന്തുകൊണ്ടെന്നാൽ അവൻ അതൊന്നും ആഗ്രഹിക്കുന്നില്ല. നീയും അപ്രകാരം തന്നെ. നിന്റെ സഹോദരനും യോഹന്നാന്റെ സഹോദരനും നിങ്ങളിൽ ആരും തന്നെ ഇപ്പോൾ അത് ആഗ്രഹിക്കുന്നില്ല. ഒരാൾക്ക് ആഗ്രഹമില്ലാത്തിടത്തോളം കാലം ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. എന്നാൽ ആഗ്രഹിക്കാതിരിക്കുന്നത് ദൃഢചിത്തതയോടെയും സ്ഥിരപരിശ്രമത്തോടെയും ആയിരിക്കണം. സദുദ്ദേശത്തോടെ പ്രാർത്ഥിച്ചാൽ പിതാവ് നിങ്ങൾക്ക് മനഃശക്തിയും സ്ഥിരപരിശ്രമവും പ്രദാനം ചെയ്യും. ഭാവിയിൽ നിങ്ങൾക്കെല്ലാവർക്കും അപ്രകാരം പ്രാർത്ഥിക്കുവാൻ കഴിയുകയില്ല. യൂദാസ്, നീ എന്തു പറയുന്നു? ആത്മവിശ്വാസം അധികമായി പോകരുത്. ക്രിസ്തുവായ ഞാൻ സാത്താനെതിരായി ശക്തി പ്രാപിക്കുവാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടാണിരിക്കുന്നത്. നീ എന്നേക്കാൾ ശ്രേഷ്ഠനാണോ? സാത്താൻ നുഴഞ്ഞു കയറുന്ന ദ്വാരമാണ് അഹംഭാവം. യൂദാസ്, ജാഗ്രതയോടെയും വിനയത്തോടെയും ഇരിക്കുക. മത്തായി, നിനക്ക് ഈ സ്ഥലം സുപരിചിതമാണല്ലോ. നീ എന്നോട് പറയുക, ഈ പട്ടണത്തിലേക്ക് ഈ വഴിയെ പോകുന്നതാണോ മറ്റേതെങ്കിലും വഴിയെ പോകുന്നതാണോ നല്ലത്? ഗുരു, അത് പല കാര്യങ്ങളെയും ആശ്രയിച്ചിരിക്കും. മുക്കുവരും പാവപ്പെട്ടവരും താമസിക്കുന്ന മഗ്ദലയിൽ പോകാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് തന്നെയാണ് ആ വഴി. ഉത്തരം പൂർണ്ണമാകാൻ വേണ്ടി ഞാൻ പറയുകയാണ്. അങ്ങനെയല്ല, ധനവാന്മാർ പാർക്കുന്ന പ്രദേശത്താണ് അവിടത്തേക്ക് പോകേണ്ടതെങ്കിൽ ആ പ്രദേശം ഇവിടെ നിന്ന് ഏതാണ്ട് 100 വാര അകലെയാണ്. ഈ വഴി വിട്ടിട്ട് മറ്റൊരു വഴിയെ പോകണം. അവരുടെ വീടുകൾ ആ ഭാഗത്താകയാൽ കുറെ പിന്നോട്ട് പോവുകയും വേണം. നമുക്ക് തിരികെ പോകാം. എന്തെന്നാൽ ധനവാന്മാരുടെ വാസസ്ഥലത്ത് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്." യൂദാസ് എന്തു പറയുന്നു? "ഗുരു, എനിക്കൊന്നും പറയാനില്ല. ഈ കുറഞ്ഞ സമയത്തിനിടയ്ക്ക് അങ്ങ് ഇത് രണ്ടാം തവണയാണ് എന്നോട് ചോദിക്കുന്നത്. എന്നാൽ ഞാൻ യാതൊന്നും പറഞ്ഞില്ലല്ലോ." "ഇല്ല, നിന്റെ അധരങ്ങൾ കൊണ്ട് നീ ഒന്നും പറഞ്ഞില്ല. എന്നാൽ നീ നിന്റെ ഹൃദയത്തിൽ പിറുപിറുക്കുന്നുണ്ടായിരുന്നു." സംസാരിക്കുന്നതിന് ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല. നാം നമ്മോട് തന്നെ പലതും പറയാറുണ്ട്.
എന്നാൽ നമ്മുടെ സ്വന്തം ഹൃദയത്തോട് പോലും നാം പരിവേദനം നടത്തുകയോ കുറ്റാരോപണം നടത്തുകയോ ചെയ്യരുത്. ആ സംഘം നിശബ്ദമായി മുന്നോട്ടു പോയി. പ്രധാന പാത കുറെ ചെന്നപ്പോഴേക്കും ഒരു നഗരവീഥിയുടെ മട്ടിലായി. അതിൽ വലിയ ചതുരക്കല്ലുകൾ പാകിയിട്ടുണ്ട്. വീടുകൾ ഒന്നിനൊന്ന് സമ്പന്നവും സമുന്നതവുമാണ്. ചുറ്റുപാടും ആഡംബര സമന്വിതമായ ഉദ്യാനങ്ങളും ഫലവൃക്ഷത്തോപ്പുകളും കാണാം. ഫലസ്തീൻകാരെ സംബന്ധിച്ചിടത്തോളം മഗ്ദല ഒരു സുഖവാസ കേന്ദ്രമാണെന്ന് എനിക്ക് തോന്നി. നമ്മുടെ കായൽക്കരകൾക്ക് ചുറ്റുമുള്ള ലൊംബാർഡി, സ്ട്രെസ, ഗാർഡോൺ, പല്ലൻസ, ബെല്ലാഗിയോ മുതലായവയെപ്പോലെ ഒരു പട്ടണം. സമ്പന്നരായ പലസ്തീനിയരെ കൂടാതെ ധാരാളം റോമാക്കാരും അവിടെ താമസിക്കുന്നുണ്ട്. ഗവർണറുടെ ഉദ്യോഗസ്ഥരോ പലസ്തീനിയൻ പ്രദേശത്തെ അതിമനോഹരമായ വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന കച്ചവടക്കാരോ ആയ അവർ തിബേരിയാസ്, കേസറിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണെന്ന് തോന്നുന്നു. ഈശോ മുമ്പോട്ട് തന്നെ പോയി. ശരിക്കും എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയാവൂ. തീരത്തുള്ള കെട്ടിടങ്ങളെയും ഉദ്യാനങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന കായലിന്റെ തീരത്തുകൂടിയാണ് അദ്ദേഹം പോകുന്നത്. ആർഭാടപൂർണമായ ഒരു വീട്ടിൽ നിന്നും ആളുകളുടെ അത്യുച്ചത്തിലുള്ള ഒരു നിലവിളി കേട്ടു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദമായിരുന്നു അത്. ഒരു സ്ത്രീ ദയനീയമായ ശബ്ദത്തിൽ ഇങ്ങനെ പറയുന്നു: "എന്റെ മകൻ, എന്റെ മകൻ." ഈശോ ചുറ്റും തിരിഞ്ഞ് അപ്പൊസ്തലന്മാരെ നോക്കി. അപ്പോൾ യൂദാസ് മുമ്പോട്ട് വന്നു. "നിന്നെയല്ല, മത്തായിയാണ്. മത്തായി പോയി വിവരം അറിഞ്ഞു വരിക." മത്തായി പോയിട്ട് വന്നു. "ഗുരു, ഒരു വഴക്കാണ്. ഒരാൾ മരിക്കാറായി കിടക്കുന്നു. യഹൂദനാണ്. ഒരു റോമാക്കാരൻ അയാളെ മുറിവേൽപ്പിച്ചിട്ട് കടന്നു കളഞ്ഞു. മുറിവേറ്റവനെ സഹായിക്കാൻ അവന്റെ ഭാര്യയും അമ്മയും കുട്ടികളും എത്തിയിട്ടുണ്ട്. എങ്കിലും അയാൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം." "ഗുരു, ഗുരു, ഇത് സംഭവിച്ചത് ഒരു സ്ത്രീയുടെ വീട്ടിലാണ്. അവൾ അയാളുടെ ഭാര്യയല്ല. നമുക്ക് പോകാം." വിശാലമായി തുറന്നുകിടന്ന വാതിലിലൂടെ അവർ അകത്ത് കയറി. വലിയ ആ ഹാളിൽ നിന്ന് പുറത്തെ മനോഹരമായ ഉദ്യാനത്തിലേക്ക് പോകാം. ആവൃതമായ സ്തംഭനിരകൾ കൊണ്ട് ആ വീടിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഓരോന്നിലും കുംഭങ്ങൾ, ഹരിതസസ്യങ്ങൾ, പ്രതിമകൾ, കൗതുക വസ്തുക്കൾ മുതലായവ വച്ചിരിക്കുന്നു. അത് ഒരു ഹാൾ മാത്രമല്ല, സസ്യങ്ങൾ വളർത്തുന്ന ഒരു കണ്ണാടി വീടും കൂടെയാണ്. ഹാളിലൂടെ പ്രവേശിക്കാവുന്ന ഒരു മുറിയിൽ കുറെ സ്ത്രീകൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈശോ ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് ചെന്നു. എന്നാൽ അവിടുന്ന് സാധാരണ പറയാറുള്ള അഭിവാദനം അപ്പോൾ പറഞ്ഞില്ല. അവിടെ ഉണ്ടായിരുന്ന പുരുഷന്മാരിൽ കച്ചവടക്കാരനായ ഒരാൾക്ക് ഈശോയെ അറിയാമായിരുന്നു. അദ്ദേഹത്തെ കണ്ടയുടനെ നസ്രായക്കാരനായ റബ്ബി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആദരപൂർവ്വം അഭിവാദനം ചെയ്തു. "ജോസഫ്, എന്താണ് സംഗതി?" "ഗുരു, ഇവന്റെ ചങ്കിന് കുത്തേറ്റിരിക്കുന്നു. ഇവൻ മരിച്ചുകൊണ്ടിരിക്കുന്നു." "എന്തിനാണ്?" നരച്ചു പാറിയ മുടിയുള്ള ഒരു സ്ത്രീ മുട്ടിലിരുന്ന് കുത്തേറ്റ മനുഷ്യന്റെ കൈ പിടിച്ചുകൊണ്ട് ക്ഷീണിതമായ ശബ്ദത്തിൽ പറഞ്ഞു. "അവൾ കാരണമാണ്, അവൾ കാരണമാണ്. അവൾ ഇവനെ ഒരു ചെകുത്താനാക്കി. അമ്മയെയും ഭാര്യയെയും മക്കളെയും എല്ലാം അവൻ മറന്നു. സാത്താനെ, നിനക്ക് മരണം തന്നെ കിട്ടും." അവരുടെ വിറയ്ക്കുന്ന കൈകൾ ചൂണ്ടിയ ഭാഗത്തേക്ക് ഈശോ തലയുയർത്തി നോക്കി. ഒരു മൂലയ്ക്ക് ഇരുണ്ടു ചുവന്ന ഒരു ഭിത്തിക്കെതിരെ മേരി മഗ്ദലന നിൽക്കുന്നു. പൂർവാധികം സഭ്യേതരമായ രീതിയിലാണ് അവൾ നിൽക്കുന്നത്. അവളുടെ ശരീരത്തിന്റെ പകുതി ഭാഗം മറച്ചിട്ടേയില്ല. അരക്കെട്ട് മുതൽ മുകളിലേക്കുള്ള ഭാഗത്ത് മുത്തുപോലെ തോന്നിക്കുന്ന എന്തോ കൊണ്ടുള്ള ഒരു വല മാത്രമേ ഉള്ളൂ. എങ്കിലും നല്ല പ്രകാശമില്ലാത്തതിനാൽ അവളെ എനിക്ക് ശരിക്കും കാണാൻ കഴിയുന്നില്ല. ഈശോ വീണ്ടും തലകുനിച്ചു. മേരി ഇതൊന്നും വകവയ്ക്കാതെ അവിടെ തന്നെ നിന്നു. ഖേദഭാവമുണ്ടെങ്കിലും ധിക്കാരമട്ടിൽ തന്നെയാണ് അവളുടെ നിൽപ്പ്. "സ്ത്രീയെ," ഈശോ ആ അമ്മയോട് പറഞ്ഞു, "ശപിക്കരുത്. എന്നോട് പറയൂ, നിങ്ങളുടെ മകൻ എന്തിനാണിവിടെ വന്നത്?" "നിശ്ശബ്ദയായിരിക്കൂ. അതായത് അവൾ പാപത്തിലായിരിക്കുന്നത് പോലെ അവനും ഒരു വ്യഭിചാരിയായി.
ആ പിഞ്ചു കുഞ്ഞുങ്ങളെ മറന്നുകൊണ്ട് അവൻ പിതൃസഹജമായ കടമകൾ മറന്നു. അതിനാൽ അവൻ ഈ ശിക്ഷ അർഹിക്കുന്നു. പശ്ചാത്തപിക്കാത്തവർക്ക് ഈ ലോകത്തിലും പരലോകത്തിലും കരുണ ലഭിക്കുകയില്ല. എങ്കിലും നിങ്ങളുടെ ദുഃഖത്തിൽ എനിക്ക് കരുണ തോന്നുന്നു. ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. നിങ്ങളുടെ വീട് എത്ര അകലെയാണ്? ഏകദേശം 100 വാര അകലെയാണ്. ഈ മനുഷ്യനെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകൂ. ഗുരു, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അയാൾ അന്ത്യശ്വാസം വലിക്കുകയാണ്. ജോസഫ് എന്ന കച്ചവടക്കാരൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ പ്രകാരം ചെയ്യുക. മരണാസന്നനായ മനുഷ്യന്റെ അടിയിൽ ഒരു പലക വച്ച് അവർ എടുത്തു. ആ സംഘം പതുക്കെ നീങ്ങി. നിരത്ത് കടന്ന് അവർ ഉദ്യാനത്തിന്റെ തണലിൽ പ്രവേശിച്ചു. സ്ത്രീകൾ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടേയിരുന്നു. ഉദ്യാനത്തിൽ പ്രവേശിച്ച ഉടനെ ഈശോ അമ്മയോട് ചോദിച്ചു, നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുമോ? നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ ദൈവം ക്ഷമിക്കും. നാം കരുണാപൂർണമായ ഹൃദയമുള്ളവരായിരിക്കണം. ദൈവകൃപ ലഭിക്കുന്നതിന് ഇത് ആവശ്യമാണ്. ഇയാൾ പാപം ചെയ്തു, ഇനിയും പാപം ചെയ്യും. അതിനാൽ അവൻ മരിക്കുന്നതാണ് നല്ലത്. എന്തെന്നാൽ ജീവിച്ചിരുന്നാൽ ഇവൻ വീണ്ടും പാപത്തിൽ വീഴും. തന്നെ രക്ഷിച്ച ദൈവത്തോട് കാണിച്ച നന്ദികേടിനും ഇവൻ സമാധാനം പറയണം. എന്നാൽ നിങ്ങളും നിഷ്കളങ്കരായ ഇവരും, അയാളുടെ ഭാര്യയെയും കുട്ടികളെയും ചൂണ്ടിക്കൊണ്ട്, നിരാശരാവരുത്. ഞാൻ വന്നത് രക്ഷിക്കാനാണ്, നശിപ്പിക്കാനല്ല. മനുഷ്യ, എഴുന്നേറ്റ് നിൽക്കൂ, സുഖം പ്രാപിക്കൂ. അയാൾ സുഖം പ്രാപിച്ചു തുടങ്ങി. കണ്ണുകൾ തുറന്ന് തന്റെ അമ്മയെയും ഭാര്യയെയും കുട്ടികളെയും കണ്ടു. എന്നിട്ട് ലജ്ജാപൂർവം തല താഴ്ത്തി. മകനേ, മകനേ, ഈ ദേഹം നിന്നെ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ നീ മരിച്ചു പോകുമായിരുന്നു. നിന്റെ ബോധം വീണ്ടെടുക്കുക. നീ മതിമറന്ന് ആ വൃദ്ധയെക്കൊണ്ട് ഈശോ ബാക്കി പറയിച്ചില്ല. മിണ്ടാതിരിക്കൂ. നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും കരുണ കാണിക്കുക. ഒരത്ഭുതത്താൽ നിങ്ങളുടെ ഭവനം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് എപ്പോഴും ദൈവസാന്നിധ്യത്തെ സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് പാപമുള്ള ഒരിടത്തു വച്ച് എനിക്ക് ഈ അത്ഭുതം ചെയ്യാൻ കഴിയാതെ വന്നത്. നിങ്ങളെങ്കിലും ഈ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുക. ഇയാൾക്ക് കഴിയാതെ വന്നാൽ പോലും ഇവന് വേണ്ട ശുശ്രൂഷ നൽകുക. ഇവൻ കുറച്ച് കഷ്ടപ്പെടുന്നത് നല്ലതാണ്. സ്ത്രീയെ, പിന്നെ നീയും കുഞ്ഞുങ്ങളും നല്ലവരായിരിക്കുക. ഞാൻ പോകട്ടെ. ഈശോ ആ 2 സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പുറത്തേക്ക് പോയ ഈശോ മഗ്ദലനയുടെ വീട്ടുപടിക്കൽ കൂടിയാണ് കടന്നുപോയത്. കുത്തേറ്റ ആളിനെ എടുത്തുകൊണ്ടുപോയ ആളുകളോടൊപ്പം അവൾ വീട്ടുപടിക്കലോളം വന്നിരുന്നു. ഒരു മരത്തിൽ ചാരി അവൾ അവിടെ തന്നെ നിൽക്കുമ്പോഴാണ് ഈശോ അതുവഴി തിരികെ വന്നത്. അവിടെ എത്തിയപ്പോൾ നടപ്പിന്റെ വേഗത കുറച്ചു. പിന്നാലെ വരുന്ന ശിഷ്യന്മാരെ പ്രതീക്ഷിച്ചായിരിക്കാം അത് എന്ന് തോന്നുന്നു. എന്നാൽ മേരിക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറയട്ടെ എന്നും അദ്ദേഹം വിചാരിച്ചു കാണുമെന്നാണ് എന്റെ അഭിപ്രായം. എങ്കിലും അവൾ അതിന് തയ്യാറായില്ല. ശിഷ്യന്മാർ ഈശോയുടെ അടുത്തെത്തി. പത്രോസിന് അവൾക്ക് പറ്റിയ ഒരു വിശേഷണം പിറുപിറുക്കാതിരിക്കുന്നതിന് കഴിഞ്ഞില്ല. ഒരു കൊച്ചു വിജയത്തിന്റെ ഭേരി മുഴക്കിക്കൊണ്ട് അവൾ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. എന്നാൽ പത്രോസ് പറഞ്ഞ വാക്ക് ഈശോ കേട്ടു. അവിടുന്ന് പത്രോസിനെ ശകാരിച്ചു. പത്രോസ്, ഞാൻ കുറ്റപ്പെടുത്താറില്ല. ആരെയും കുറ്റപ്പെടുത്തരുത്. പാപികൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റൊന്നും വേണ്ട. മേരി പൊട്ടിച്ചിരി അവസാനിപ്പിച്ച് തല കുനിച്ചുകൊണ്ട് ഓടിപ്പോയി. ഭംഗിയുള്ള ഒരു കലമാനിനെ പോലെയാണ് അവൾ വീട്ടിലേക്ക് ഓടിപ്പോയത്.